നമസ്കാരം. നിയമവും നീതിയുമൊക്കെ പണക്കാരന് സ്വാധീനമുള്ളവന് മാത്രമാണ് എന്നും നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ഇതൊന്നും കിട്ടില്ല എന്നും പലപ്പോഴും നമ്മൾ സ്വയം പറഞ്ഞ് വിശ്വസിക്കാറുണ്ട്. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അങ്ങനെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അധികാരമുള്ളവരുടെ മുന്നിൽ തോറ്റുപോയ മനുഷ്യരുടെ കഥകൾ നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കഥകൾ കേൾക്കുമ്പോൾ സാധാരണക്കാരന് ഈ നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ അടുത്തിടെ സോഷ്യൽ മീഡിയയിലാകെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വീഡിയോ ദൃശ്യമുണ്ട്. ബീഹാറിലെ പാറ്റ്ന ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വന്ന ആ ദൃശ്യങ്ങൾ നമ്മുടെയൊക്കെ കണ്ണ് തുറപ്പിക്കുന്നതാണ്. ഒപ്പം നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ കരുതിയ വലിയൊരു പ്രത്യാശ തിരിച്ചു പിടിച്ചു തരുന്നതുമാണ്. ഒരു കൊലപാതക കേസിന്റെ പേര് പറഞ്ഞ് ഒരു FIR പോലും ഇടാതെ, രജിസ്റ്റർ ചെയ്യാതെ, നിയമവിരുദ്ധമായിട്ട് ഒരു സ്ത്രീയെ മാത്രമല്ല, അവരുടെ 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ, ഒരു കൗമാരക്കാരനെ, അതായത് പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികൾ, അതിലൊരു കുഞ്ഞിന് 2 വയസ്സോ 2.5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അവരെ ഈ സ്ത്രീയെയും ഈ 2 കുട്ടികളെയും കൂടി പോലീസുകാര് കസ്റ്റഡിയിലെടുത്ത് 6 ദിവസത്തോളം സ്റ്റേഷനിൽ പൂട്ടിയിട്ടു. എന്ന് പറഞ്ഞാൽ സ്റ്റേഷനിൽ ലോക്കപ്പ് ചെയ്തു. ആലോചിച്ച് നോക്കൂ, 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണമെന്നാണ് നമ്മുടെ ഈ നാട്ടിലെ നിയമം. അത് നമ്മുടെ നിയമം മാത്രമല്ല, അത് ഇന്ത്യയിലെ നിയമം അതാണ്. അത്തരത്തിൽ നിയമവ്യവസ്ഥ വാഴുന്ന ഇക്കാലത്ത് പോലീസ് ഈ 2.5 വയസ്സുകാരൻ കുട്ടിയെയും ഈ പറഞ്ഞ സ്ത്രീയെയും ഒരു കൗമാരക്കാരനെയും കൂടി 6 ദിവസം സ്റ്റേഷനിൽ പൂട്ടിയിട്ടു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കുള്ള നിയമം എന്താ? ഒരു സ്ത്രീയെ സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയത്തിന് മുമ്പും അറസ്റ്റ് ചെയ്യാൻ പാടില്ല, കസ്റ്റഡിയിൽ എടുക്കാൻ പാടില്ല. സമയമുണ്ട്, ആ സമയത്തിനുള്ളിൽ ചെയ്തോളണം. രാത്രി ആയി കഴിഞ്ഞാൽ ആ പരിപാടിക്ക് നിൽക്കരുത്. വെളുപ്പിന് 4 മണിക്ക് ഉറങ്ങിക്കിടന്ന ആ 2.5 വയസ്സ് കുട്ടിയെ അടക്കമുള്ളതിനെ വെളുപ്പിന് 4 മണിക്ക് വീട് വളഞ്ഞ് ആ കുഞ്ഞിനെയും കുട്ടികളെയും കൂടി സ്റ്റേഷനിലേക്ക് വലിച്ചടിച്ചു കൊണ്ടുപോയ നിയമം നടപ്പിലാക്കേണ്ട പോലീസ് എന്ന് പറയുന്ന ഗുണ്ടകൾ, എന്ന് പറഞ്ഞാൽ മനുഷ്യമൃഗങ്ങൾ, മനസ്സിൽ ഒരു തരിമ്പ് പോലും മനുഷ്യത്വമില്ലാത്ത ആ തെമ്മാടിക്കൂട്ടങ്ങൾ കാണിച്ചു കൂട്ടിയതാണ് അത്. അല്ല, അങ്ങനെയാണ് അവർ പെരുമാറിയത്. മനുഷ്യരെ പോലെ പെരുമാറണ്ടേ? അവർക്ക് യൂണിഫോം ഉണ്ടെന്ന് കരുതിയിട്ട് എന്ത് തോന്നിയസം കാണിക്കാൻ? അധികാരത്തിന്റെ ഗർവ്, തങ്ങളെ ആരും ഒരു ചുക്കും ചെയ്യില്ല എന്നൊരു ധാർഷ്ട്യം, ആ ധാർഷ്ട്യത്തിലാണ് ആ ഉദ്യോഗസ്ഥർ ഇതൊക്കെ കാണിച്ചു കൂട്ടിയത്. പക്ഷെ ഈ അനീതി അത് നിയമപീഠത്തിന്, കോടതിക്ക് മുന്നിൽ എത്തിയപ്പോൾ അധികാരത്തിന്റെ കസേലിരുന്ന് അട്ടഹസിച്ച പോലീസ് ആ തെമ്മാടിക്കൂട്ടങ്ങൾക്ക് തല കുനിക്കേണ്ടി വന്നു. രാവിലെ ഏതാണ് രാത്രി ഏതാണെന്ന് എന്നെ പഠിപ്പിക്കുകയാണോ എന്നാണ് ജസ്റ്റിസ് അശുതോഷ് കുമാർ കോടതിയിൽ വെച്ചിട്ട് ആ പോലീസുകാരോട് ചോദിച്ചത്. അത് നിയമം ലംഘിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരുടെയും നെഞ്ചിലേക്കാണ് വന്ന് അങ്ങോട്ട് തറച്ചത്. ആ കുറ്റക്കാരായ പോലീസുകാരെ അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് സസ്പെൻഷൻ, ഒരു പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരെയും സസ്പെൻഡ് ചെയ്യാൻ ആ കോടതി ഉത്തരവിട്ടു എന്നാണ്. ഓർത്തു നോക്കൂ, 2.5 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞ് തന്റെ അമ്മയോടൊപ്പം പോലീസ് സ്റ്റേഷന്റെ ഇരുട്ടറയിൽ 6 ദിവസങ്ങൾ കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മാത്രം ഭയാനകമായിരിക്കും അത്. നമ്മുടെ സംരക്ഷകരാകേണ്ടവരാണ് ഈ പോലീസ്. അവരാണ് നമ്മുടെ വേട്ടക്കാരാകുന്നത്. ഈ സംരക്ഷകരാകേണ്ട, അവരെ സംരക്ഷിക്കേണ്ട ആ പോലീസുകാർ വേട്ടക്കാരാകുമ്പോൾ ഒരു സാധാരണക്കാരൻ എങ്ങോട്ടാണ് നോക്കേണ്ടത്? പോലീസ് സംവിധാനത്തിലെ ചില ഉദ്യോഗസ്ഥരുടെ ഇത്തരം സ്വഭാവ ദൂഷ്യങ്ങളും ക്രൂരതകളും ജനാധിപത്യത്തിൽ തന്നെ വലിയൊരു നാണക്കേടാണ്. ഇനി അതങ്ങ് ഉത്തരേന്ത്യയിലല്ലേ എന്നാണ്. ഈ കേരളത്തിലുമുണ്ട്. ഈ കേരളത്തിൽ നിസ്സാര വകുപ്പിൽ സ്റ്റേഷനിൽ വിളിച്ച് വരുത്തി സംസാരിച്ച് മൊഴിയെടുത്ത് വിടേണ്ട കേസുകൾ പോലും FIR-ൽ വലിയ വകുപ്പുകൾ എഴുതി ചേർത്ത് സ്റ്റേഷൻ കസ്റ്റഡിയിൽ സൂക്ഷിച്ച് അവരുടെ സകലമാന മനുഷ്യാവകാശങ്ങളിൽ ലംഘനം നടത്തി കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്ത കേസുണ്ട്. എന്നിട്ട് ആ ജഡ്ജ് അതിനുശേഷം ജാമ്യമൊക്കെ എടുത്ത് പുറത്തു വന്ന ശേഷം വിചാരണ വേളയിൽ പ്രോസിക്യൂട്ടറോട് ചോദിച്ചു, ഇയാൾ എന്തിനാണ് റിമാൻഡ് ചെയ്തതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മിസ്റ്റേക്ക് എന്നാണ് പറഞ്ഞത്, തെറ്റുപറ്റിപ്പോയി എന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പോലീസിന് തെറ്റുപറ്റി എന്ന് പറയുന്ന നടപടി വേണ്ടേ? അത് ഈ കേരളത്തിൽ നടന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഉത്തരേന്ത്യയിൽ മാത്രമല്ല ഇതൊന്നും നടക്കുന്നത്. ഈ പോലീസുകാർ പൊതുവെ ഇത്തരത്തിൽ കുറെ ചെറ്റകളുണ്ട്. പോലീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത ചില തെമ്മാടി കൂട്ടങ്ങൾ, അതെല്ലാം എടുത്തുണ്ട്. അവർ നന്നാകാതെ നമ്മുടെ നാട്ടിലെ ക്രമസമാധാന സംവിധാനങ്ങൾ നന്നാകില്ല. ഇത്തരം ഉദ്യോഗസ്ഥരുടെ സ്വഭാവ ദോഷങ്ങളും ഈ പോലീസ് സംവിധാനത്തിലെ ഈ ക്രൂരതകളും ഒക്കെ ജനാധിപത്യത്തിന് വലിയ നാണക്കേടാണ്. നിയമത്തിന്റെ വഴിയിലൂടെ അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ആരെയും തടവിലിടാം, ആരെയും എന്ത് ചെയ്യാമെന്ന പോലീസിന്റെ അഹങ്കാരത്തിന് എന്തായാലും കോടതി അവിടെ ബലം കിട്ടിയിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന ചില പോലീസുകാരുടെ സ്വഭാവ ദോഷങ്ങൾ ഈ സംഭവത്തിലൂടെ ഒരിക്കൽ കൂടി അടിവരയിടുകയാണ്. പരാതിയുമായിട്ട് ചെല്ലുന്ന സാധാരണക്കാരൻ അവരോട് ആക്രോശിക്കുക, അവരെ മണിക്കൂറുകളോളം സ്റ്റേഷനിൽ പിടിച്ചിരുത്തി മാനസികമായി പീഡിപ്പിക്കുക, ഇതൊക്കെ ചിലരുടെ
സ്ഥിരം എന്താ പറയാ ഒരു സ്വഭാവമാണ്, ഒരു ഒരു ഹോബി പോലെ, ഒരു ആനന്ദം പോലെ, ഒരു തരം മനോരോഗം പോലെയാണത്. പണവും രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രതികൾക്ക് മുന്നിൽ വിനീതരാകുന്ന ഇവര്, ദാസന്മാരാകുന്ന ഇവർ ഒരു പാവപ്പെട്ട വരുമ്പോൾ സിംഹങ്ങളെ പോലെ ഗർജിച്ച് കുരച്ച് ചാടും. സത്യസന്ധമായി കൃത്യമായി കേസ് രജിസ്റ്റർ ചെയ്യാനോ നടപടിക്രമങ്ങൾ പാലിക്കാനോ ഇവർ തയ്യാറാകുകയില്ല. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിയമത്തെ വളച്ചൊടിച്ച് കുപ്പിയിലാക്കി ഇത്തരം എന്താ പറയാ ഒരുതരം കറുത്ത ഇവന്മാരാണ് ശരിക്കും പോലീസ് സേനയ്ക്ക് മൊത്തത്തിൽ നാണക്കേടും അപമാനം ഉണ്ടാക്കുന്നത്. എന്നാൽ ഈ ഒരു സംഭവം നമുക്ക് തരുന്നത് മറ്റൊരു സന്ദേശമാണ്. ഈ നാട്ടിൽ സാധാരണക്കാരൻ അനാഥനല്ല എന്നും അധികാരത്തിന്റെ കണ്ണ് ഒരുപക്ഷെ ഈ നിയമപാലകർ എന്ന് പറയുന്ന ഇവരുടെ ഈ പോലീസുകാരുടെ കണ്ണ് ഇരുണ്ടുപോയാലും പണക്കൊഴുപ്പില് അവിടെ ഒരുപക്ഷെ നിയമം വഴിമാറിപ്പോയാലും സാധാരണക്കാരന്റെ കാവലായി ഇവിടെ ശക്തമായ നീതിപീഠങ്ങളുണ്ട് എന്നതാണ്. അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുമ്പോൾ ഉറക്കെ ചോദിക്കാൻ ഇവിടെ നീതിപീഠം ഉണ്ട് എന്നതാണ്. തെറ്റ് ചെയ്യുന്നവൻ എത്ര വലിയ പദവിയിൽ ഇരിക്കുന്നവനാണ് എന്നുണ്ടെങ്കിലും നിയമത്തിന് മുന്നിൽ അവൻ വെറും കുറ്റവാളി മാത്രമാണ് എന്ന് പാട്ന ഹൈക്കോടതിയിലെ ജഡ്ജി തെളിയിച്ചു തരികയാണ്. അതുകൊണ്ട് ചുറ്റുമുള്ള അനീതികൾ അത് കണ്ട് നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഈ ജനാധിപത്യ രാജ്യത്ത് നീതി സാധാരണക്കാരൻ ഒരിക്കലും അന്യമാവുകയുമില്ല. ഇനി അധികാരത്തിന്റെ കണ്ണ് ഒരുപക്ഷെ ഇരുണ്ടുപോയാലും നീതിയുടെ വെളിച്ചം സാധാരണക്കാരന്റെ വീട്ടുപടിക്കൽ നിന്നും കാവലായി ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം, ഈ തെമ്മാടി കൂട്ടങ്ങൾ തെമ്മാടിത്തരം കാണിക്കുമ്പോൾ നമ്മൾ അതും കൊണ്ട് മുന്നോട്ട് പോകണം. അവരുടെ മധുരിക്കുന്ന ചില വാഗ്ദാനങ്ങൾ, ഭീഷണികൾ, അതൊന്നും വക കൊടുക്കരുത്. കളിച്ചു കഴിഞ്ഞാൽ പണി പാലുമടത്തിൽ കിട്ടുമെന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കണം. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പെൻഷൻ പറ്റിയിട്ട് വീട്ടിലിരിക്കുമ്പോഴായിരിക്കും, കൊച്ചുമക്കളെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും. അതിനുശേഷം കോടതി കയറി ഇറങ്ങുമ്പോൾ പ്രതികളായി അവർ ജയിലിൽ കിടക്കുമ്പോൾ അപ്പോഴേ പഠിക്കുള്ളൂ. പല വാഗ്ദാനങ്ങളും കൊണ്ട് അവർ വരും. അതിന് നിൽക്കരുത്. ജനം ഇറങ്ങിയേ പറ്റൂ. നിങ്ങൾ ഈ പറഞ്ഞ സാധാരണക്കാർ തെറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ചെയ്ത തെറ്റിനേക്കാൾ കൂടുതൽ ആക്ഷേപിക്കുകയോ അപമാനിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രതികരിക്കണം. ആ പ്രതികരണം നിയമപരമായി കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചെകുത്താന്മാർ തനിയെ ഒതുങ്ങിക്കൊള്ളും. കാരണം ഇന്നല്ലെങ്കിൽ നാളെ പണി പാലും വെള്ളത്തിൽ തിരിച്ചു വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് അവർ മനസ്സിലാക്കണം. ഒരു ചെറിയൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ഒരു ഡിവൈഎസ്പി കേരളത്തിലൊരു ചെറുപ്പക്കാരനെ വിളിച്ച് കാല് പിടിക്കുന്ന വോയിസ് നോട്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചിതറി നടക്കുന്നുണ്ട്. വൈറലായി തന്നെ നടക്കുന്നുണ്ട്. പറയുന്നുണ്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഈ ചെറുപ്പക്കാരൻ, നിരപരാധിയായ ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് മർദ്ദിച്ചപ്പോ ആ ഡിവൈഎസ്പിയുടെ ആ പോലീസുകാരുടെ കാല് പിടിച്ച് പറഞ്ഞു ഞാൻ നിരപരാധിയാണെന്നും ചെയ്യരുതെന്ന്. അന്ന് ആ ചെറുപ്പക്കാരന്റെ നാട്ടല് ചവിട്ടി ഓടിച്ച് അമ്മാതിരി കൈയും കാലം അടിച്ച് പൊട്ടിച്ച് പണിയെടുത്ത് തിന്നാൻ പറ്റാത്ത ഒരു കോലത്തിലേക്ക് അന്നാക്കി. അതിൽ നിന്ന് തിരിച്ചു വരാൻ എത്രത്തോളം അയാൾ ബുദ്ധിമുട്ടി. ഇന്ന് ആ ബുദ്ധിമുട്ട് ആ പോലീസുകാരെ അറിയാണ്. അപ്പൊ ഇത്തരത്തിൽ തെമ്മാടിത്തരം കാണിക്കുന്ന പോലീസുകാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഏതറ്റം വരെ പോകണം. അതിനാവശ്യമായ സഹായങ്ങൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുകയും വേണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ തെമ്മാടി കൂട്ടങ്ങളെ വരുതിക്ക് നിർത്താൻ പറ്റും. കാരണം നീതിപീഠം നമ്മുടെ കൂടെ ഉണ്ട്. Different angles. Don't forget to subscribe and support this channel.